നമസ്കാരം, ശാലിന്റെ കൂട്ടുകാരി വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കർക്കിടക മാസമൊക്കെ ആയിട്ട് ഒരു മരുന്നഞ്ഞിയുടെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ കർക്കിടക മാസത്തിൽ മിക്കവരും കുടിക്കാറുള്ളതാണ് മരുന്ന് കഞ്ഞി. പണ്ടൊക്കെ വെച്ചാൽ പച്ചമരുന്നൊക്കെ പറിച്ചിട്ട് ഉണ്ടാക്കിയിട്ടായിരുന്നു കുടിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ നമുക്ക് പാക്കറ്റിൽ എല്ലാ സാധനങ്ങളും മേടിക്കാൻ കിട്ടും. അതുകൊണ്ട് എല്ലാവർക്കും ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. എന്നാലും ഞാൻ വെറുതെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഉണ്ടാക്കി ഇപ്പോൾ വെറുതെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഞാൻ പണ്ടൊന്നും കുടിക്കാറൊന്നും ഉണ്ടായില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഈ കർക്കിടക മാസത്തിൽ ഈ മരുന്ന് കഞ്ഞി കുടിക്കണം ശീലമുണ്ട്. അതും പച്ചമരുന്നൊക്കെ ഇട്ടാണ് ആദ്യമായിട്ട് ഞാൻ കുടിക്കുന്നത് കേട്ടോ. നല്ല കയ്പ്പൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ തന്നെ അങ്ങനെ കയ്പെന്നൊന്നും പറയാൻ പറ്റൂല. എന്നാലും അത്യാവശ്യം കയ്പുണ്ട് അല്ലേ? എനിക്ക് ഇഷ്ടമായോ? ചെറിയൊരു കയ്പുണ്ട്. എനിക്ക് ഇഷ്ടമായി. ഇപ്പൊ നേരത്തെ അധികം കുടിക്കലായിരുന്നു. പക്ഷെ ഇപ്പം നിങ്ങൾ നല്ല തേങ്ങാപ്പാലൊക്കെ നന്നായിട്ട് ഒഴിച്ച് നല്ലൊരു പ്രത്യേക തരം ടേസ്റ്റാ അല്ലേ? ചൂടോടെ. പിന്നെ ഞാൻ അതിനകത്ത് എളുപ്പത്തിന് പശുമ്പാലും ഒഴിച്ച് കുടിച്ചു നോക്കിട്ടോ. പക്ഷേ പശുമ്പാൽ ഒഴിക്കുമ്പോ അത് ഇതൊരു സുഖമില്ലല്ലേ? പിന്നെ ഞങ്ങള് പഴയ പോലെ മറ്റേ പ്ലാവിൻ്റെ ഇലയും കൊണ്ട് സ്പൂണൊക്കെ ഉണ്ടാക്കിയിട്ടാണ്. അപ്പോൾ ഒരു പ്രത്യേക ഒരു ചൂടോടെ, നല്ല ചൂടോടെ പ്ലാവിലയൊക്കെ ഇട്ട് കുടിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു സുഖം. പിന്നെ കഞ്ഞി കുടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിനും ഒരു പ്രത്യേക ഒരു ഇതുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കർക്കിടക മാസം എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര മഴയും അസുഖങ്ങളുടെ ഒക്കെ സമയമാണല്ലോ. അപ്പോൾ നമുക്ക് പിന്നെ അതിൻ്റെ കൂടെ വേണമെങ്കിൽ മതി കേട്ടോ, നിർബന്ധമൊന്നുമില്ല. ചവനപ്രാശം കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രതിരോധ ശേഷിയൊക്കെ കിട്ടും. ന്യൂമാർക്കൊക്കെ കഴിക്കാൻ ഭയങ്കര മടിയാ. എന്നാലും ഞാൻ നിർബന്ധിച്ച് തീറ്റിക്കാൻ നോക്കും. തിന്നിയല്ല, എന്നാലും കുറച്ചൊക്കെ കഴിക്കും. അപ്പോൾ അതൊക്കെ കഴിക്കുമ്പോഴത്തേനും നമ്മുടെ ശരീരത്തിനൊരു നല്ല രോഗപ്രതിരോധ ശേഷിയും നമ്മുടെ ശരീരത്തിന് ഒരു പുതിയൊരു എന്തൊക്കെ തോന്നും. നമുക്ക് തന്നെ അത് കഴിക്കുമ്പോൾ മനസ്സിലാവും ഈ എന്ന് ഇറച്ചിയും മീനും ഒക്കെ ഒഴിവാക്കിയിട്ട് കഴിക്കണതാണ് നല്ലത്. അപ്പം അങ്ങനെയൊക്കെ ഒന്ന് കഴിച്ചു നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ പ്രത്യേകതയൊക്കെ മനസ്സിലാകും. പറ്റുമെങ്കിൽ കുറേ ഗുണങ്ങളൊക്കെ ഉണ്ട്. എന്നെ കുറേ പേര് കളിയാക്കാറുണ്ട്. പിന്നെ ഇതിനകത്തൊക്കെ എന്നാ ഈ മരുന്ന് കഞ്ഞിക്കകത്തൊക്കെ എന്നാ കാര്യം, അതിനൊന്നും ഒരു കാര്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ അതിലൊക്കെ കാര്യമൊക്കെ ഉണ്ട് കേട്ടോ. അതിന് കുറേ മരുന്നുകളൊക്കെ അതിനകത്തുണ്ട്. ഇപ്പോൾ വന്നയിൽ അത്രയും മരുന്നൊക്കെ ഉണ്ടോയെന്ന് അറിയത്തില്ല. എന്നാലും നമുക്കത് കുടിക്കുമ്പോൾ ഒരു പ്രതിരോധ ശേഷിയൊക്കെ, അസുഖങ്ങൾ വരികയല്ലെന്നല്ല, പക്ഷെ വന്നാലും നമ്മളിങ്ങനെ അങ്ങ് അടപടലം പിടിക്കൂല അല്ലേ? ഇടപെടലും പിടിക്കൂല. ചെറുതായിട്ട് അങ്ങോട്ട് തോണ്ടിയിട്ട് അങ്ങോട്ട് പോവുള്ളൂ. അത് നമുക്ക് അനുഭവമുള്ള കാര്യം കേട്ടോ. ഭയങ്കര പനിയൊക്കെ വന്ന് ഇങ്ങനെ ഇതായിട്ടിരുന്നാലും പെട്ടെന്നത് നമുക്കതൊക്കെ പോയി നമുക്ക് പഴയ പോലെ നമ്മുടെ ആരോഗ്യം തിരിച്ചു വരും. അപ്പം നമുക്ക് ഈ കഞ്ഞി എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ? നോക്കിയിട്ട് വരാം. ഓക്കേ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു പാക്കറ്റ് മരുന്ന് കഞ്ഞി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളതിനെ കട്ട് ചെയ്ത് അതിനകത്ത് ചെറിയ ചെറിയ പാക്കറ്റായിട്ടാണ് ഇതൊക്കെ വെച്ചേക്കണത്. അരി ഒരു പാക്കറ്റ്, പിന്നെ അതിനകത്ത് ഉലുവ, മരുന്ന് പൊടി, ആശാടി, അങ്ങനെയാണ് അതിനകത്ത് വെച്ചേക്കണത്. നമ്മളത് 7 ദിവസത്തേനുള്ള മരുന്നാണ് അതിനകത്തുള്ളത്. അപ്പോൾ നമ്മൾ അടുപ്പത്ത് വെള്ളം വെച്ച്, കുക്കറിൽ വെള്ളം വെച്ച്, കുക്കറിലോ കലത്തിലോ എന്ത് വേണേലും വെച്ച് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആവശ്യത്തിലുള്ള വെള്ളം എടുക്കുക. അത് പയ്യെ ചൂടായി വരുമ്പോഴത്തേന് അതിനകത്തിട്ട് മരുന്ന് പൊടി ഇട്ട് തിളപ്പിക്കണം. ആ മരുന്ന് പൊടി നമ്മൾ 7 ദിവസത്തേനുള്ളതാണ്. അപ്പോൾ 7 മാറ്റിയിട്ട് 7 ഭാഗം എടുത്തിട്ട് മരുന്ന് പൊടി അതിനകത്തിട്ട് ഇളക്കണം. ഇളക്കിയിട്ട് അത് നല്ലോണം തിളയ്ക്കണം. ആ വെള്ളം തിളച്ച് കഴിയുമ്പോൾ നമ്മൾ സാധാരണ പോലെ തന്നെ ബാക്കി നമ്മുടെ അരി കഴുകി അതിനകത്തിട അരി, ഉലുവ, പിന്നെ ആശാളി, ഇത്രയും സാധനങ്ങൾ നമ്മൾ അതിനകത്ത് ഇടണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുക്കർ അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം. അതിപ്പോൾ നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ അതിനകത്തോട്ട് ഉലുവ ഇടാം. ഉലുവയൊക്കെ കഴുകിയിടാം കേട്ടോ. ആശാളി കഴുകാൻ പറ്റില്ല. ആശാളി നമ്മൾ വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പണി കിട്ടും. അപ്പോൾ നമുക്ക് അരി കഴുകിയിടാം. നമുക്ക് എന്തോരാണോ ആവശ്യം, നമ്മൾ എത്ര പേരുണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ആവശ്യത്തിനുള്ള അരി എടുക്കുക. എന്നിട്ട് നമ്മളത് കഴുകി, വലിയ അഴുക്കൊന്നും ഇല്ല കേട്ടോ ഈ അരിയിൽ. ജസ്റ്റ് ഒന്ന് കഴുകിയാൽ മതി. മറ്റേ അരി പോലെയൊന്നും അഴുക്കൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് കഴുകി വല്ല പൊടിയൊക്കെ ഉണ്ടെങ്കിൽ കളഞ്ഞിട്ട് നമുക്ക് തിളച്ച വെള്ളത്തിലോട്ട് ഇടാം. വെള്ളം ചൂടായി വരുമ്പോൾ അതിനകത്തോട്ട് ഇടാം. എന്നിട്ട് നമ്മൾ ഉപ്പൊന്നും ഞാൻ അന്നേരം ഒഴിക്കാറില്ല കേട്ടോ. എന്നിട്ട് നമ്മൾ തിളച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ കുക്കർ അടച്ച് വെച്ച് ഒരു 3-4 വിസിലടിക്കണം കേട്ടോ. എന്നാലേ ഈ അരി വേകുള്ളൂ. മറ്റേ എന്തരിയാണ് ഈ അരിക്ക് വേറൊരു പേര് പറയുമല്ലോ.
അരിയാണ്. അപ്പം എന്നിട്ട് നമ്മൾ അത് വെന്ത് കഴിയുമ്പോൾ അതിനകത്തോട്ട് ഞവരരി ഇട്ടാ ഇപ്പോഴാണ് ഓർത്തത്. അതിനകത്തോട്ട് തേങ്ങ പാല് പിഴിയാണ് ചെയ്യേണ്ടത്. ഞാനത് അരച്ചങ്ങ് ഇടുകയാണ് ചെയ്യാറ്. പാല് പിഴിയാനൊന്നും ഞാൻ നിൽക്കാറില്ല. തേങ്ങ അപ്പോൾ ഇച്ചിരി കൊഴുപ്പും കൂടിയും കിട്ടും. എന്നിട്ട് അതൊന്ന് ചൂടാക്കി എടുക്കാം. ചൂടാക്കിയ അപ്പോൾ ആ അരി കഞ്ഞിയായിട്ട് നല്ല നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം. അധികം വെള്ളം കുക്കറിൽ വെക്കാതിരിക്കണതാണ് നല്ലത്. ഈ ആശാളിയൊക്കെ ഉണ്ടല്ലോ വിസിലടിക്കുമ്പോൾ തെറിച്ച് പോവും. അപ്പോൾ അതുകൊണ്ട് അധികം വെള്ളം ഒഴിക്കരുത്. വേവാനുള്ള വെള്ളം മാത്രം അതുകൊണ്ട് നമ്മൾ ചക്കപ്പുഴുക്കും കഞ്ഞി അപ്പോൾ അത് കഴിച്ചു നോക്കാം. നല്ല ആവി പറക്കണ കഞ്ഞി. അടിപൊളി ടേസ്റ്റ്. നല്ല ടേസ്റ്റ് ഉണ്ട്. കയ്പുണ്ടോ? കയ്പ് അധികം കയ്പില്ല. കൊള്ളാമോ? ഞാൻ കഴിച്ചേക്കാൻ വേണ്ട. സൂപ്പർ. സൂപ്പറാണോ? ടേസ്റ്റ് എന്താണ്? അധികം കഴിപ്പൊന്നുമില്ല, നല്ല ടേസ്റ്റാണ്. അപ്പോൾ സൂപ്പർ, നല്ല ടേസ്റ്റാണ്. ഓക്കെ. ഇപ്പം എല്ലാവരോടും കുടിക്കാൻ പറയാം നമുക്ക് അല്ലേ? അടിപൊളി കഞ്ഞിയാണ് കണ്ട. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കൂട്ടുകാർക്കൊക്കെ സജസ്റ്റ് ചെയ്യാം നമുക്ക്. പ്ലാവിലേരി കുമ്പളൂത്തി ആവി പറക്കണ കഞ്ഞി.